സാമ്പത്തികമായി കുറേയൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. തൊഴിൽപരമായി ഉദ്യോഗത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു കാലയളവാണ്. വ്യാവസായിക സംബന്ധമായി വ്യവസായത്തിന് അനുകൂലമായ വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. വിദേശവാസത്തിന് യോഗമുള്ള കാലഘട്ടമാണ്. അത് ഉദ്യോഗ സംബന്ധമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും വിവാഹ സംബന്ധമായി വിവാഹം നടക്കുന്ന വർഷമാണ്. നല്ല ബന്ധങ്ങളിൽ വിവാഹം നടന്ന് മുമ്പോട്ട് പോകുന്ന ഒരു കാലയളവായിരിക്കും. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് അനിഴം നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ തൃക്കേട്ട നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. തൃക്കേട്ടയെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ഏറെ നിൽക്കും എന്നുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടി ആണ്. സ്വമേധയ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകും. എന്നാൽ മറ്റുള്ളവരുടെ അടുത്തുള്ള ഇടപെടലുകൾ കാരണം മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, ആരോഗ്യപരമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം. വിവാഹം നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുറേ നാളുകളായിട്ട് വിവാഹം നോക്കിയിട്ട് നിങ്ങൾക്ക് വിവാഹം നടക്കാത്ത സങ്കടങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഉറപ്പായിട്ടും വിവാഹം നടക്കുന്നതായിരിക്കും. സന്താനലാഭം ഉണ്ടാകുന്ന, ഏറെ നാളുകളായിട്ട് സന്താനത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ സന്താനലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം. വിദേശവാസത്തിന് യോഗമുള്ള കാലഘട്ടമാണ്. അത് ഉദ്യോഗ സംബന്ധമായിട്ടാണെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടാണെങ്കിലും വിദേശ യാത്രയ്ക്ക് യോഗമുള്ള ഒരു കാലയളവാണ്. അപഖ്യാതികൾ, യാതൊരു കാരണവുമില്ലാതെ അപഖ്യാതികൾ കേൾക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. പ്രത്യേകിച്ചും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള അപഖ്യാതികൾ കേൾക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഈ ഒരു വിഷു വർഷക്കാലം മുൻപോട്ട് പോകാൻ. പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള തൃക്കേട്ട നക്ഷത്ര ജാതർ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. കാലിനോ കൈക്കോ ഒടിവുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കാലിനോ കൈക്കോ ഒടിവുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളുമായി തർക്കമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ബന്ധുമിത്രാദികളുമായിട്ടും തർക്കങ്ങൾ ഉണ്ടായി അത് ഒന്ന് മൂർച്ഛിച്ചൊക്കെ വരുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. സാമ്പത്തികമായി കുറേയൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൃക്കേട്ടയ്ക്ക് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് അത്യാവശ്യം ഗുണകരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. വിദേശയാത്രാ പഠനത്തിൻ്റെ തടസ്സങ്ങൾ മാറി വിദേശയാത്രയ്ക്ക് പോകുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ്. പുതിയ കോഴ്സുകൾ ലഭിക്കുകയും നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു കാലയളവെന്ന് പറയുന്നത്. കുടുംബപരമായി കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം, പ്രത്യേകിച്ചും വിവാഹം, സന്താനലാഭം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും, എന്നാൽ അതോടൊപ്പം മാതാപിതാക്കളുമായിട്ടും ബന്ധുമിത്രാദികളുമായിട്ടും മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ സംസാര ശൈലി കൊണ്ട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ വരുവാനും സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചു വേണം മുമ്പോട്ട് കൊണ്ടുപോയി. ഇതിനെ രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പാടുപിടിച്ച പണിയാണ്. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തൊഴിൽപരമായി ഉദ്യോഗത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു കാലയളവാണ്. നിങ്ങൾ ഇപ്പം പുറത്തോട്ടൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല ടൈമാണ് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. നല്ല ഐശ്വര്യത്തോടു കൂടി നിങ്ങൾക്ക് പോയി സമ്പാദിച്ച് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുന്നത് ഏത് തൊഴിലായിരുന്നാലും ആ തൊഴിലൊരു ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു കാലയളവാണ്. അതെന്ത് തൊഴിലായിരുന്നാലും, പ്രത്യേകിച്ചും പാരമ്പര്യ തൊഴിലാളികൾക്കൊക്കെ നല്ല വർക്ക്സൊക്കെ വരുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന, പ്രത്യേകിച്ചും സായുധ മേഖലകളിൽ പോലീസ്, അതുപോലെ മിലിറ്ററി ഫോഴ്സുകൾ, ഇതിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. വ്യാവസായിക സംബന്ധമായി വ്യവസായത്തിന് അനുകൂലമായ വർഷമാണ്
ഈ വിഷുവർഷം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വ്യവസായത്തിൽ പാർട്ട്ണർഷിപ്പോട് കൂടി ചെയ്യുന്ന വ്യവസായമാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം പാർട്ട്ണറും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ കൈനഷ്ടം വരുവാൻ സാധ്യത വളരെയധികം കൂടുതലാണെന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു. വിവാഹ സംബന്ധമായി വിവാഹം നടക്കുന്ന വർഷമാണ്. നല്ല ബന്ധങ്ങളിൽ വിവാഹം നടന്ന് മുമ്പോട്ട് പോകുന്ന ഒരു കാലയളവായിരിക്കും തൃക്കേട്ടയ്ക്ക് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. പ്രണയ സംബന്ധമായി പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്ന ഒരു കാലയളവായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. അതിലൂടെ കുറേയൊക്കെ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഒരുപാട് യാത്രകൾ തൃക്കേട്ട നക്ഷത്ര ജാതർ ഈ വിഷുവർഷക്കാലത്തിൽ നിരവധി യാത്രകൾ നിങ്ങൾ നടത്തുന്നതായിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്ന് വെച്ചാൽ ജീവിതത്തിൽ പല പാഠങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ ഈ വിഷുവർഷം എന്ന് പറയുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുമെന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആരോഗ്യ സംബന്ധമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരോഗ്യത്തിൽ തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൈക്കോ കാലിനോ ഒക്കെ ഒടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോഴായിരുന്നാലും ഈവൻ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴായിരുന്നാലും കൂടി ശ്രദ്ധയോടുകൂടി നടക്കുക. ഒരു അലക്ഷ്യമായ മനോഭാവത്തോടു കൂടി ഒരിക്കലും നിങ്ങൾ സഞ്ചരിക്കരുത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. നല്ല ആരോഗ്യസ്ഥിതി നിലവിൽ കൊണ്ടുവന്നാൽ മാത്രമേ പലതരത്തിലുള്ള കാര്യങ്ങളും ക്ലിയറാക്കി മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ ഇത്തരത്തിലുള്ള പലതും അപഖ്യാതികളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇതൊരു തമാശയായിട്ട് പറയുന്നതായിട്ട് എടുക്കരുത്. അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു വൃത്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി വേണം എന്തിനേയും മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് ഈ വിഷുവർഷക്കാലത്തിൽ. ദോഷപരിഹാരാർത്ഥം തൃക്കേട്ട നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ 3 കാര്യങ്ങൾ പ്രധാനമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ശിവനെ നന്നായി പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ശിവപ്രീതി വളരെയധികം ആവശ്യമുള്ള ഒരു വർഷമാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. ശിവനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കൂട്ടിയെടുക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. തിങ്കളാഴ്ച തോറും പോകണം, ഞായറാഴ്ച തോറും പോകണം എന്നൊന്നുമല്ല. എപ്പോഴൊക്കെ പോകാൻ പറ്റുമോ അപ്പോഴെല്ലാം പൊയ്ക്കൊള്ളുക. പ്രാർത്ഥിക്കുക. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃക്കേട്ടയെ സംബന്ധിച്ച് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. 2, ദേവീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ദേവീക്ഷേത്ര ദർശനം, ലളിതാ സഹസ്രനാമ ജപം, ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നത് തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിൽ വളരെയധികം ഗുണം ചെയ്യും. ത്രിപുരസുന്ദരി മന്ത്രം പ്രത്യേകിച്ചും ഈ പൊതുപ്രവർത്തകരായിട്ടുള്ള തൃക്കേട്ട നക്ഷത്ര ജാതരും കലാകാരന്മാരായിട്ടുള്ളവരൊക്കെ ഈ ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദേവിയുടെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് വേണ്ട ഒരു സമയമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. 3, മഹാഗണപതിയെ നന്നായി ഭജിക്കുക. മഹാഗണപതിയെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മൂലമന്ത്രം നിത്യേന ജപിക്കുക. അത് നിർബന്ധമാക്കി എടുക്കുക. മനസ്സിലെങ്കിലും നിത്യേന ജപിക്കുക. ഓം ഗണപതായ നമ എന്ന് മനസ്സിലെങ്കിലും നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും പറ്റുമ്പോഴെല്ലാം ജപിക്കുക. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകും. ഈ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും ദേവനാണ് ഗണപതി. അപ്പോൾ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും വിവേകത്തോടു കൂടി ബുദ്ധി പ്രയോഗിക്കുമ്പോഴേ നമുക്കതിനെ തരണം ചെയ്ത് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗണപതി ധ്യാനവും ഗണപതി മന്ത്രങ്ങളും ഗണപതി ശ്ലോകങ്ങളും ഒക്കെ നന്നായി, ധ്യാന ശ്ലോകങ്ങളൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. എല്ലാ മാസം തോറും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗണപതിക്ക് ഒരു 3 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നതൊക്കെ സ്ഥലത്തൊക്കെ ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിത്യമായിട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കുമെങ്കിൽ ഒരു തേങ്ങ ഉടച്ചൊരു 1 രൂപ നാണയം ഭഗവാൻ ഇട്ട് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യകരമാണ്. സർവ്വവിഘ്നങ്ങളും അകറ്റുന്നത് ഗണപതിയാണ്. ഗണപതിയെ നമ്മൾ ഈ ശിവപാർവതി പുത്രനായിട്ട് മാത്രമാണ് കാണുന്നത് മിക്കവാറും ഉള്ളവരൊക്കെ. പക്ഷേ അതല്ല, ഗണപതി എന്ന് പറയുന്ന ആദിമൂല പൊരുളാണ് ഗണപതി. ഇപ്പോൾ ശിവപാർവതിമാരുടെ വിവാഹത്തിന് പ്രണവസ്വരൂപനായ ഗണപതി പങ്കെടുത്തിട്ടുണ്ട്. ആദിമൂല പൊരുളായിട്ടുള്ള ഓങ്കാര സ്വരൂപനായിട്ടുള്ള ഗണപതി പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അതേ സ്വരൂപത്തിൽ നിന്നാണ് ശിവപാർവതി പുത്രന്മാരായിട്ടുള്ള ഗണപതിയെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം
ഗണപതി എല്ലാ ഗണങ്ങളുടെയും പതിയാണ്, സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ആളാണ്, പ്രണവത്തിൻ്റെ ഓങ്കാരത്തിൻ്റെ പൊരുളാണ്. അപ്പോൾ ആ ഒരു തത്വത്തെ മനസ്സിലാക്കി വേണം നമ്മൾ ജപിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട്. ഒരു കുറച്ചും കൂടെ ഒരു പാരാസൈക്കിക് തലത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദുവാണ് നമുക്ക് ഗണപതി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ, സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷു വർഷക്കാലം എല്ലാ തൃക്കേട്ട നക്ഷത്ര ജാതർക്കും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.